ഞാനിവിടെ ഒരു 1.5 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ മിക്സ് മുളക് പൊടി, അതായത് ഇച്ചിരി എരിവുള്ള മുളക് പൊടി, 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ആവശ്യത്തിനുള്ള ഉപ്പ്, ഒരു 4 ടേബിൾ സ്പൂൺ തൈര് ഞാൻ ചേർക്കുന്നുണ്ട്. ഒത്തിരി പുളിയുള്ളതാണെങ്കിൽ 4 ടേബിൾ സ്പൂൺ ചേർക്കരുത്. 2 ടേബിൾ സ്പൂണോളം നാരങ്ങാ നീര്, ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായി മിക്സ് ചെയ്ത് കുറഞ്ഞതൊരു അരമണിക്കൂറേലും വെക്കണേ. ഇപ്പോൾ ഇതേ സമയം തലേന്നേ മിക്സ് ചെയ്ത് ഫ്രിഡ്ജിൻ്റെ അകത്ത് വെക്കുവാണെങ്കിൽ കുഴപ്പമില്ലേ. അപ്പോൾ ഞാനിതെല്ലാം കൂടെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂറൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാനൊരു 300 ഗ്രാം സവാളയും 400 ഗ്രാം ടൊമാറ്റോയും എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് സവാള വേണേ കുറച്ചുകൂടെ വേണേ എടുക്കാം, പക്ഷേ ഞാൻ ഇത്ര എടുത്തിട്ട് കുഴപ്പമില്ലായിരുന്നു, നല്ലതായിരുന്നു. അപ്പോൾ ഞാൻ സവാള ഇങ്ങനെ ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട്. ഞാനൊരു കടായി വെച്ച് അതിലേക്ക് കുറച്ച് ഓയിലും കുറച്ച് ബട്ടറും ചേർക്കുന്നുണ്ട്. നിങ്ങൾക്കിപ്പം ഓയിലിനൂടെ പകരം ബട്ടർ കുറച്ചുകൂടെ ചേർക്കണമെങ്കിൽ അങ്ങനെ ചേർക്കാം. എന്നിട്ട് ഇതിലേക്ക് ഞാൻ 2 പട്ട, പക്ഷേ ഈ പട്ടയ്ക്ക് നല്ല കട്ടിയില്ല, വെറും തൊലിയാണ്, അതുകൊണ്ട് അത്രയും ചേർത്തത്. ഒരു 3 ഏലക്ക, ഒരു സ്റ്റാർ അനീസ്, ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഇതിലേക്ക് ആ സവാളയും 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതിലും ചേർക്കുന്നുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ തന്നെ ഇപ്പോൾ എടുത്തത്. അതിലേക്ക് 2 കുടം വെളുത്തുള്ളി, ഒരു 4-5 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചിയും കൂടെ ചേർത്ത് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഇതിൽ കുറച്ച് ഉപ്പുകൂടി ഇട്ടിട്ട് ഇതൊന്ന് വഴറ്റിയത്. അപ്പോൾ ആ സവാളയൊക്കെ ഒന്ന് ബ്രൗൺ കളർ പോലെ ഒന്ന് ആയി വന്നുണ്ടെങ്കിൽ അതിലേക്ക് ആ ടൊമാറ്റോയുടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ അണ്ടിപ്പരിപ്പ് ഞാൻ മുഴുവനെയുള്ള അണ്ടിപ്പരിപ്പല്ല, ഇത് ഇച്ചിരി പീസാക്കിയ അണ്ടിപ്പരിപ്പ്. എൻ്റെ കൈക്ക് ഈ ഒരു കൈപ്പിടി കുറച്ചുകൂടെ ഞാനിതിൽ ചേർക്കുന്നുണ്ട്. എന്നിട്ട് അതുകൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് എല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിന് ഞാനൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കാം, പക്ഷേ ബട്ടർ ചിക്കനൊന്നും അങ്ങനെ എരിവ് കാണത്തില്ലേ, അതനുസരിച്ച് നിങ്ങൾ ചേർക്കുക. ഞാനിപ്പം കാശ്മീരി ആയതുകൊണ്ട് അത് എരിവൊന്നുമില്ല. എന്നിട്ടത് കുറച്ച് നേരം ഞാനൊന്ന് അടച്ചു കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം നന്നായി വഴന്ന് ഇനി ഇതൊന്ന് തണുത്തിട്ട് നമുക്ക് മിക്സിയിലൊന്ന് അരച്ചെടുക്കണേ. ഞാൻ ആ പാനിൽ ഇച്ചിരി ഓയിൽ ഒഴിച്ചിട്ട് നമുക്ക് ആ ചിക്കൻ ഒന്ന് ഇച്ചിരി ഒന്ന് ഒരു 3/4 ഫ്രൈ ചെയ്തെടുക്കാമേ. സാധാരണ ബട്ടർ ചിക്കന് ബോൺലെസ് ചിക്കനാണ് വാങ്ങിക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ ബട്ടർ ചിക്കൻ ഉണ്ടാക്കാനായിട്ട് വാങ്ങിച്ചതല്ല ചിക്കൻ, സാധാ ചിക്കൻ കറി വെക്കാനായിട്ട് വാങ്ങിച്ച ചിക്കൻ. അപ്പം വീട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് കൊച്ചനൊന്ന് പറഞ്ഞ് ബട്ടർ ചിക്കൻ ഉണ്ടാക്കാൻ, അതുകൊണ്ട് പിന്നെ അങ്ങ് ഇതാക്കിയത്. അതുകൊണ്ട് ഇച്ചിരി എല്ലോട് കൂടിയതുകൂടെ കുറച്ചുണ്ട്. അപ്പോൾ അതൊന്ന് മൂത്ത് വരാൻ, ബോൺലെസ് ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് വറുത്ത് കിട്ടും. മറ്റേ എല്ലോട് കൂടിയതുകൂടെ ആയതുകൊണ്ട് ഒത്തിരി അത് മൂക്കുന്നില്ല. അപ്പം ഞാൻ ലാസ്റ്റ് ഒരു മെത്തേഡ് കാണിക്കുന്നുണ്ട്. ഈ എല്ലോട് കൂടിയതുള്ളത് കൂടെ ഒന്ന് നന്നായിട്ടൊന്ന്, അത് അല്ലെങ്കിൽ ഞാനിങ്ങനെ പറക്കി ഇട്ടപ്പോഴും ഒന്നി എല്ലോട് കൂടിയത് ഒരുമിച്ച് ചെയ്യണമായിരുന്നു, അല്ലെ ബോൺലെസ് ചെയ്യണമായിരുന്നു. ഇതിപ്പോൾ രണ്ടും കൂടെ മിക്സ് ആയിപ്പോയി. അപ്പോൾ ഞാൻ കുറച്ച് നേരം അതെല്ലാം ഒന്ന് പറക്കി ഇങ്ങനെ ഇട്ടിട്ട് ഇച്ചിരി നേരം ഒന്ന് അടച്ചു കൊടുത്തു. അപ്പോൾ ആ ചിക്കനിൽ നിന്നൊക്കെ ഇച്ചിരി വെള്ളമൊക്കെ ഇറങ്ങി വന്നു. ഇപ്പോൾ 1/2 കിലോയൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ ഒരു ട്രിപ്പിൽ ചെയ്യാം. ഇതിപ്പോൾ ഇത്ര ആയതുകൊണ്ട് എനിക്കൊരു 2-3 ട്രിപ്പ് വറുത്തെടുക്കേണ്ടി വന്നു. അപ്പോൾ ഒരു സൈഡ് ഒരു 2-3 മിനിറ്റ് ഞാൻ ഇട്ടിരുന്നു. പിന്നെ അതൊന്ന് തിരിച്ചിടുന്നുണ്ട്. എല്ലാം ഇങ്ങനെ ഒന്ന് തിരിച്ചിട്ടിട്ട് ആ സൈഡൂടെ ഒന്ന് ഇച്ചിരി ഒന്ന് വെന്ത് വരട്ടെ. കസൂരി മെത്തി ഒന്ന് ചൂടാക്കി വെക്കണം. അത്രയും മതി. എല്ലാം ഇങ്ങനെ വറുത്തെടുത്തിട്ടുണ്ട്. ലാസ്റ്റാണ് ഈ കിടക്കുന്നത്. ലാസ്റ്റിലത്തെ ഈ മസാല ഉണ്ടല്ലേ, അത് കളയണ്ട. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് എന്തുവാണോ, ഞാനിപ്പോൾ എല്ലാം ബാക്കിയും കൂടെ വറുത്തെടുത്ത് വെച്ചില്ലേ, അതുകൂടി ഇതിൻ്റെ അകത്ത് ഇട്ടിട്ട് എല്ലാം കൂടെ ഒന്ന് നന്നായിയൊക്കെ ഒന്ന് ഇളക്കിയിട്ട് ഒരു 5-10 മിനിറ്റ് കൂടെ ഞാനിതൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ചിലത് എല്ലോട് കൂടിയതുണ്ടെന്ന്. അല്ലെങ്കിൽ എനിക്ക് ഒരു തെറ്റ് പറ്റി, അല്ലെങ്കിൽ ആ എല്ലോട് കൂടിയുള്ളത് എടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് വേവിച്ചാൽ മതിയായിരുന്നു, ബോൺലെസ് വേവിക്കണ്ടായിരുന്നു. പക്ഷേ ഞാൻ എല്ലാം കൂടെ അങ്ങ് ഇട്ടിട്ട് കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ച് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു. ഒരു 10 മിനിറ്റ് ഒന്ന് വേവിച്ചെടുത്ത്. പിന്നെ ഞാനൊന്ന് നോക്കി, ഒരു എല്ലിൻ്റെ ഭാഗം എടുത്ത് നോക്കി വെന്തോന്ന്. എന്നിട്ടാണ് ഞാനത് ഇങ്ങെടുത്തത്. കുറച്ച് നേരം അതവിടെ കിടക്കട്ടെ തീയിൽ. അതിപ്പം നന്നായി വേവുകയൊക്കെ ചെയ്തു. ഞാൻ ഇനി ഇതിപ്പോൾ അങ്ങ് കോരിയെടുക്കാൻ പോവുകയാണേ. ഇനി ഞാൻ ഇതിലോട്ട് ഇത്രയും ഓയിലില്ല, ഇതിൽ ഞാൻ പറഞ്ഞില്ലേ ഇത് മസാല മാരിനേറ്റ് ചെയ്തില്ലേ ചിക്കൻ, ആ മസാലയും കൂടെ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇത് നമ്മൾ അരച്ചില്ലേ, അതുകൂടി ഇതിൽ ഇട്ട് കൊടുക്കാം.
ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായി ഇതൊന്ന് മിക്സ് ചെയ്തൊന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ ഇതിൽ ബട്ടർ ചിക്കനൊക്കെ ആകുമ്പോൾ നമുക്ക് ഒത്തിരി അങ്ങ് ചാറാകരുത്, ഇത്തിരി കുറിയിരിക്കണം. നമ്മൾ ഈ അണ്ടിപ്പരിപ്പൊക്കെ ചേർത്തത് കൊണ്ട് ഇപ്പം നമ്മൾ സ്റ്റാർട്ടിങ് ഇച്ചിരി ലിക്വിഡായിട്ട് എടുക്കുകയാണെങ്കിലും അത് വൈകുന്നേരം ആകുമ്പോൾ തണുക്കുമ്പോൾ ഭയങ്കരമായിട്ട് അങ്ങ് തിക്കാവും. 2 ടീസ്പൂൺ ഗരം മസാല, ഇനി നമുക്കിതിലേക്ക് വറുത്ത ചിക്കൻ ഇട്ട് കൊടുക്കാം. ഞാനിട്ടാണ് ഇച്ചിരി തെറിച്ച് പോയി, സൂക്ഷിച്ചിടുക. എന്നിട്ട് ആ പാത്രത്തിലെ എണ്ണ എല്ലാം വടിച്ചിങ്ങിടണേ, അതിൻ്റെ ഗുണമൊക്കെ അതാ. അതുകൊണ്ട് അതെല്ലാം വടിച്ചിട്ടിട്ട് നമുക്കിതൊന്ന് നന്നായി ഒന്നുകൂടെ ഇളക്കിയിട്ട് ചെറിയ തീയിൽ അതൊന്ന് തിളച്ച് വരട്ടെ. ചിലപ്പം തീ കൂട്ടിയാലില്ല പടപട തെറിക്കും. അതിനകത്തെ മെയിൻ ഇൻഗ്രീഡിയൻസ് എനിക്കില്ലാതായിപ്പോയി, മല്ലിയില. തീർച്ചയായിട്ടും നിങ്ങൾ മല്ലിയില ചേർക്കണേ. ഇതിനി ഒന്ന് തിളച്ച് വരട്ടെ. ആ കസൂരിമേത്തി നമ്മൾ വറുത്തില്ലേ, അത് ഇച്ചിരി ഒന്ന് ചൂട് ആറിയിട്ട് ഉടനെ അങ്ങ് പൊടിക്കണം കൈ കൊണ്ടേ. അല്ല തണുക്കാൻ വെച്ചിരുന്നാൽ അത് പിന്നെ പൊടിയാൻ ഇച്ചിരി പ്രയാസമായിരിക്കും. അതുകൂടെ ഞാൻ ഇതിലിട്ട് കൊടുക്കുക. ഒരു പിഞ്ച് പഞ്ചസാര, മല്ലിയില ഉണ്ടെങ്കിൽ ചേർക്കണേ. അപ്പം നിങ്ങളുടെ കയ്യിൽ ഫ്രഷ് ക്രീം ഉണ്ടെങ്കിൽ ഫ്രഷ് ക്രീം ചേർക്കാം. ഞാനിപ്പം ഇച്ചിരി അതിൻ്റെ ചേർക്കേണ്ട ആവശ്യമില്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത്തിരി മലായി ചേർക്കുന്നുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ ഞാനൊരു ഇച്ചിരിയും കൂടെ ബട്ടർ കൂടിട്ട് ഇത്രയൊരു കഷ്ണം ബട്ടർ. ഇനി ഞാൻ തീ ഓഫാക്കുക. അടിപൊളി ടേസ്റ്റ്. പോൾമോൻ ഇന്ന് വരുമ്പം സർപ്രൈസ്. ഇന്നലെ പറഞ്ഞ മമ്മി എന്നും വെക്കുന്നത് പോലല്ല, അത് എന്തെങ്കിലും ഒന്ന് വെറൈറ്റി ആയിട്ടൊന്ന് ചെയ്യണം. ഇത് ഞാൻ പൊറോട്ട, ചപ്പാത്തി ഇതിനൊക്കെയാണ് നല്ലത്. ഓക്കെ, അപ്പം നമ്മുടെ ബട്ടർ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊരു ഇച്ചിരി കൂടെ യെല്ലോ കളറാണ് കേട്ടോ. അപ്പം നിങ്ങളും ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കുക, അടിപൊളി ടേസ്റ്റാണ്, ഞാൻ ഫുൾ ഗ്യാരണ്ടി തരുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യണേ. അതുപോലെ നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും കമൻറ്റിൽ കൂടെ അറിയിക്കണം. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരും കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായി ഈ ചാനൽ വീണ്ടും കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കോട്ടനോട് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും, അതുകൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനെന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ, ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു, ടേക്ക് കെയർ, ബൈ, സീ യു.